അതിരാവിലെ തിരുസന്നിധിയണയുന്നൊരു സമയേ അതിയായി നിന്നെ സ്തുതിപ്പാൻ കൃപരുക യേശു പരനേ. അതിയായി നിന്നെ സ്തുതിപ്പാൻ കൃപരുക യേശു പരനേ. കർത്താവേ, ഈ പ്രഭാതയാമം വീണ്ടും അവിടുത്തെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നന്ദിയും സ്തുതിയും കരയേറ്റുവാൻ അവസരം നൽകിയതിനായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് പ്രഭാതവും അവിടുത്തെ മുൻപിൽ സ്തോത്രം കരയേറ്റിക്കൊണ്ട് ഞങ്ങളുടെ വിശ്വാസ ജീവിതയാത്ര തുടരട്ടെ. അവിടുന്ന് കൂടെയിരിക്കണം. ക്രിസ്തുയേശുവിലൂടെ യാചന കേൾക്കണമേ. ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇടുന്നത് ഞാൻ മുൻപ് നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. 19-ാം തീയതി കൊച്ചമ്മയുടെ പപ്പായുടെ കണ്ണിന് ഇഞ്ചക്ഷൻ എടുക്കുന്ന സാഹചര്യത്തിന് ഞങ്ങൾ മധുരയ്ക്ക് രാവിലെ 7 മണിയാകുമ്പോൾ അവിടെ എത്തണം എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നു. വെളുപ്പിന് 2 മണിക്ക് തന്നെ ഇവിടുന്ന് കാറെടുത്ത് കമ്പത്തി എന്ന് അവിടുന്ന് ബസ്സിന് പോകണം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഒരുങ്ങുന്നത്. അതുകൊണ്ട് ലൈവ് പ്രോഗ്രാം ഇന്ന് നമുക്ക് യാത്രയായതുകൊണ്ട് ചെയ്യാൻ പറ്റാത്തത് മൂലമാണ് ഞാനിങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇടുന്നത്. സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമല്ലോ. ദൈവനാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ നാമസ്തുതിക്കും മഹത്വത്തിനുമായി മനസ്സൊരുക്കുക. നാം ഒരു പുതുക്കത്തിനായി കർത്തൻ യേശു സാക്ഷികളായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിനായി കർത്തനേശു സാക്ഷികളായി. ഒത്തുചേർന്നിടാം, ഒത്തുപാടിടാം കർത്തനേശു മഹത്വത്തിനായി. ഒത്തുചേർന്നിടാം, ഒത്തുപാടിടാം കർത്തനേശു മഹത്വത്തിനായി. കണ്ണുനീരിൽ നാം ഒരുമിച്ചു വിതച്ചിടുകിൽ ആർപ്പോടെ കൊയ്തെടുക്കും. ആത്മശക്തിയാൽ അടരാടുമ്പോൾ അവനായി നാം ജയമെടുക്കും. ആത്മശക്തിയിൽ അടരാടുമ്പോൾ അവനായി നാം ജയമെടുക്കും. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിനായി കർത്തനേശു സാക്ഷികളായി. നീർത്തോടുകൾ തേടുന്ന മാൻപേട പോൽ അതിദാഹത്തോടെ നമ്മൾ ആത്മമാരിക്കായി പ്രാർത്ഥിച്ചിടുമ്പോൾ അവൻ നമ്മെ നിറച്ചിടുമേ. ആത്മമാരിക്കായി പ്രാർത്ഥിച്ചിടുമ്പോൾ അവൻ നമ്മെ നിറച്ചിടുമേ. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിനായി കർത്തനേശു സാക്ഷികളായി. ദൈവസ്നേഹത്തിൽ നാം ഒത്തു വളർന്നിടുങ്കിൽ ലോകരേശുവേ അറിയും. സഭയേകമായി ഒരു ദേഹമായി പ്രഭവീഷണം ഇഹത്തിൽ. സഭയേകമായി ഒരു ദേഹമായി പ്രഭവീഷണം ഇഹത്തിൽ. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിനായി കർത്തനേശു സാക്ഷികളായി. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാതത്തിൽ വീണ്ടും പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നിന്ന് സാത്താൻ, ഫറവോൻ, പാപം ഇതിനോടൊക്കെ ചേർന്നുള്ള ചില ചിന്തകളാണ് നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. പാപത്തിൽ നിന്നുള്ള വിമോചനം നേടുവാൻ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മളെ പിന്തുടരുന്ന ശക്തിയാണ് പാപം എന്നത് ഒരിക്കലും മറക്കരുത് എന്നും, അതോടൊപ്പം തന്നെ നമ്മളെ ഭയപ്പെടുത്തുന്ന ശക്തിയാണ് പാപം എന്നതും മറക്കരുത് എന്നും, കലഹിപ്പിക്കുന്ന ശക്തിയാണ് പാപം എന്നതും മറക്കരുത് എന്ന് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയുണ്ടായി. ഇനി 14-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മിസ്രയീമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടേണം എന്ന് ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രയീമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. ഇവിടെ 4-ാമത്തെ മറ്റൊരു സ്വഭാവം കൂടി
ഈ ഫറവോൻ്റെ സ്വഭാവം പാപത്തിനുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ, നാലാമത്തെ സ്വഭാവം എന്താണെന്നറിയാമോ? പഴയതിലേക്ക് തിരിച്ചു പോകാനും പഴയത് ചെയ്ത് കിട്ടുന്ന ആസ്വാദ്യത വീണ്ടും നുകരുവാനുമുള്ള വലിയൊരു താല്പര്യം പാപത്തിൻ്റെ വലിയൊരു സ്വഭാവമാണ് എന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. പണ്ട് കാലത്ത് ഏത് ഇഷ്ടം കൊണ്ടാണോ ചില പാപങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, ആ പാപത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് തിരികെ പോകുവാൻ താല്പര്യപ്പെടുന്ന ജനങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ പറയുമ്പോൾ, ഫറവോൻ മരുഭൂമിയിൽ വെച്ച് ഞങ്ങളെ കൊന്നുകളയും എന്നുള്ള പേടിയിൽ ഫറവോൻ്റെ രാജ്യത്ത് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണമെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ? ഈ മരുഭൂമിയിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ അവിടെ പോയി ആ വേല ചെയ്യുന്നതായിരുന്നു, ഊഴിയ വേല ചെയ്യുന്നതായിരുന്നു നല്ലത് എന്ന് അവർ പറയുക. ഇത് വിശ്വാസ ജീവിതത്തോട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിച്ചാൽ, ഈ യഥാർത്ഥ വിശ്വാസ ജീവിതത്തിൽ വേണ്ടാത്തതെല്ലാം ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ചില പ്രേരണകൾ, ചില പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നു എന്നത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയുവാനായിട്ട് കഴിയും. എന്താണ് ഉണ്ടാകുക? പഴയ കാര്യങ്ങൾ ചെയ്ത് അതിലൂടെ ലഭ്യമായിരുന്ന സുഖങ്ങളൊക്കെ ഇന്നില്ലാതെ പോയല്ലോ. ആ പഴയതിലേക്ക് വീണ്ടും തിരികെ പോകാം, ആ പഴയത് ചെയ്ത് അതിൻ്റെ സുഖങ്ങൾ അനുഭവിക്കാം. ഇത് പാപത്തിൻ്റെ വലിയൊരു പ്രേരണയാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നത് പിൻപിലുള്ളത് മറന്നു മുൻപിലുള്ളതിന് അഞ്ഞു എന്ന് പൗലോസ് പറയുന്ന ആ വാക്ക് വളരെ പ്രധാനമാണ്. ഇന്നലകളിൽ ജീവിച്ച പാപ സ്വഭാവങ്ങൾ എന്നേക്കുമായി മറക്കുവാൻ ഒരു ദൈവമനുഷ്യന് പറ്റുമ്പോഴാണ്. ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഞാനിപ്പോൾ ക്രിസ്ത്യാനിയായിപ്പോയി, ഞാൻ പഴയ മനുഷ്യനായിരുന്നെങ്കിൽ ഞാൻ പലതും ചെയ്തേനെ എന്ന് പറയുന്ന ആൾക്കാരുടെ ചില വാക്കുകളൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, അല്ലേ? ഈ പഴയത് കുഴിച്ചിടപ്പെട്ടിട്ടില്ല, പഴയത് എപ്പോൾ വേണമെങ്കിലും പൊങ്ങി വരാം. അതുകൊണ്ടാണ് പഴമയിലേക്ക് പോകുവാനായിട്ടുള്ള ഒരു പരിശ്രമം അവർ നടത്തുക. ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, നായ ഛർദിയിലേക്ക് തിരികെ പോകുന്നത് പോലെയാണ് യഥാർത്ഥമായി മാനസാന്തരപ്പെടാത്ത ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞ് ജീവിക്കുന്നത്. അതുപോലെയാണ്. അത് എപ്പോൾ വേണമെങ്കിലും തിരികെ ഉപേക്ഷിച്ചതിലേക്ക് തിരിച്ചു ചെല്ലാം. വേണ്ടാത്തത് വേണ്ട എന്ന് വെച്ച് അത് ഇനി ഒരിക്കലും എന്നിലേക്ക് മടങ്ങി വരരുത് എന്ന് ഉറപ്പോടും നിശ്ചയത്തോടും കൂടി പോകാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിടുവിച്ചത്. ലോത്തിന്റെ ഭാര്യയുടെ ചരിത്രം നമുക്കറിയാമല്ലോ. സോദോമും ഗോമോറയും തീവച്ച് ദൈവം നശിപ്പിക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കാതെ ഓടിക്കോളാൻ പറഞ്ഞു. എന്നാൽ ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി. താൻ ഉണ്ടാക്കിയ സമ്പത്തെല്ലാം ഇട്ടിട്ട് പോവുകയാണല്ലോ, ജീവരക്ഷയാണ് വലുത്. പക്ഷേ അത് മറന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഉപ്പുതൂണായിട്ട് നിന്നുപോയി എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. പ്രിയരെ, എപ്പോഴും ഓർക്കുക, പാപത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അത് വേണ്ട എന്ന് വെക്കാത്തിടത്തോളം കാലം എപ്പോഴും അതിങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തി, അതിൻ്റെ സുഖങ്ങളും അതിൻ്റെ ഗുണങ്ങളും നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇവിടെ ഭയപ്പാടിൻ്റെ അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ അവർ പഴയതിലേക്ക് പോവുകയാണ്. ഫറവോൻ്റെ കീഴിൽ കിടന്ന് അടിമേടിച്ച് കരഞ്ഞ 430 വർഷം, 1-2 തലമുറയല്ല. ആ കരച്ചിലും നിലവിളിയും ഒക്കെ ഒരല്പ നിമിഷം കൊണ്ട് അവർ മറക്കുക. തൊട്ടുപുറകെ ഫറവോൻ വരുന്ന ഞങ്ങൾ ചാകും എന്നുള്ള, അല്ലെങ്കിൽ ഞങ്ങളെ കൊല്ലുമെന്നുള്ള ചിന്ത വന്നപ്പോൾ എല്ലാം മറന്നിട്ട് അവർ പഴയതിലേക്ക് പോകുവാൻ വേണ്ടി താല്പര്യപ്പെടുക. പാപത്തിൻ്റെ ഏറ്റവും വലിയൊരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അതാണ്. ഈ മദ്യപാനികളെ കുറിച്ചൊക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, അവർ മദ്യം ഉപേക്ഷിച്ച് കഴിഞ്ഞ് പിന്നെ കുറേ നാളത്തേക്ക് ഇത് കാണാതിരുന്നാൽ വളരെ നല്ലതാണ്. അതിൻ്റെ സ്മെല്ലിച്ചിട്ട് അടിച്ചു പോയാൽ പിന്നെ അതിലേക്ക് ആകർഷണം കൂടുമെന്നാണ്. ഇപ്പോഴും ഓർക്കണം. അതുകൊണ്ട് പാപം ചെയ്യുവാനുള്ള സാഹചര്യങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കുക എന്നത് വളരെ ഗൗരവമായി നമ്മുടെ ഒരു ക്രിസ്തീയ സ്വഭാവമാണ്. ആ തെറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധ്യതയുണ്ട് എന്നെനിക്ക് തോന്നിയാൽ ആ പാപം ചെയ്യാനായിട്ടുള്ള സാഹചര്യത്തെ മനഃപൂർവ്വമായി ഞാൻ ഒഴിവാക്കുക. നമ്മുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ പറഞ്ഞതിനെ ചേർത്ത് വെച്ച് ചിന്തിക്കണം. നമ്മളെല്ലാം പാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി തീരുമാനിച്ചു വന്നിരിക്കുന്ന ആളുകളാണ്. പക്ഷേ ചില തെറ്റുകൾ ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ, പാപം ചെയ്യാൻ വേണ്ടി നമ്മളെ ചിന്തിപ്പിക്കുന്ന ഘടകങ്ങൾ, ആ സാഹചര്യങ്ങൾ, ബൈബിൾ പറയുന്നത് സാത്താൻ മനഃപൂർവ്വം അങ്ങനെയുള്ള സാഹചര്യം നമ്മുടെ മുമ്പിൽ ഒരുക്കി വയ്ക്കുന്നുവെന്ന്. അത്തരത്തിലുള്ള സാഹചര്യം നമ്മുടെ മുമ്പിൽ ഒരുക്കി വെച്ച് കഴിയുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളത് പോയി എടുത്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ വിധത്തിൽ വീണ്ടും ജീവിതം തെറ്റിലേക്ക് പോയി കഴിയുമ്പോൾ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ അനുതാപം ഉണ്ടാകും. അനുതാപം ഇല്ലാത്ത ആൾക്കാർ ഒത്തിരി ഉണ്ട് കേട്ടോ. കള്ളത്തരം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. എത്ര പ്രാവശ്യം ഏറ്റു പറഞ്ഞാലും വീണ്ടും വീണ്ടും അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട്. അത് മനസാന്തരത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത ആളുകളാണ്. മനസാന്തരപ്പെടുന്ന ആളുകൾ ഉപേക്ഷിച്ച ഒരു കാര്യം വീണ്ടും ചെയ്തു പോയാൽ അതുപോലെ പശ്ചാത്താപം ഉണ്ടാവും, മനസ്സിൽ ഭയങ്കരമായ സങ്കടമുണ്ടാകും, വേദന ഉണ്ടാകും. ദൈവമേ, ഞാനത് ചെയ്തല്ലോ എന്നുള്ള അനുതാപവും അവരുടെ മനസ്സിൽ. ഇതില്ലാത്ത ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, അല്ലേ?
ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ എന്നിൽ ഒക്കെ ഇത്തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, എൻ്റെ ഉള്ളിൽ വേണ്ട, അത് ദൈവത്തിന് ഇഷ്ടമില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒന്നും, അത് വർത്തമാനമായിക്കൊള്ളട്ടെ, അത് കാഴ്ചയായിക്കൊള്ളട്ടെ, അത് കേൾവി ആയിക്കൊള്ളട്ടെ, ജീവിത രീതി ആയിക്കൊള്ളട്ടെ, കൂട്ടുകെട്ടായിക്കൊള്ളട്ടെ, ഇനി ചില പാപ സ്വഭാവങ്ങളാകട്ടെ, എന്താണെങ്കിലും എനിക്ക് കൊള്ളില്ല, എൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാണെന്ന് ബോധ്യമുള്ളതൊന്നും പിന്നീട് തിരികെ വരുവാനായിട്ടുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. അങ്ങനെ തിരികെ വന്നാൽ അത് വരും. ചില ആൾക്കാർ ചോദിക്കും, ഞാൻ അത്രയും തെറ്റ് ചെയ്ത് എനിക്ക് എന്നെ ഒന്നും പറ്റിയില്ലല്ലോ. എത്ര ലാഘവത്തോടു കൂടിയാണെന്നറിയാമോ പാപത്തെ പല ആളുകൾ കൈകാര്യം ചെയ്യുന്നത്? എത്ര ലാഘവത്തോടെ, പ്രത്യേകിച്ച് ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ അതിനെ ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്ത് അവസാനം ദൈവം കുറേ ക്ഷമിക്കും, പിന്നീട് ഭയങ്കരമായ പ്രതിസന്ധിയിലേക്ക് എത്തപ്പെടും. പിന്നെ മുൻപിൽ മരണമെന്നുള്ള ഒന്നല്ലാതെ ബാക്കി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ചെല്ലുകയാണ്. ഇത് എല്ലാ ദൈവമക്കളും അങ്ങനെയാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറയുന്നത്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചതിന് ശേഷം വീണ്ടും മനഃപൂർവ്വമായി ഒരുവൻ പാപം ചെയ്താൽ, തെറ്റ് ചെയ്താൽ, അവൻ ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവനാകുന്നത് കൊണ്ട് അവനെ വീണ്ടും നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തെറ്റ്, ഇന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്, അതിനി മേലാൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത പോലും കാണുമ്പോൾ ഞാൻ അതിലൂടെ പോവില്ല, അല്ലെങ്കിൽ ഞാൻ ആ കൂട്ടിൽ ചെല്ലില്ല. ഞാൻ അവിടെ ചെന്നാൽ ശരിയാവില്ല. കാരണം എൻ്റെ ഉള്ളിലെ ജഡീക മനുഷ്യന് എപ്പോഴും അതിനോട് താല്പര്യമുണ്ട്. പൗലോസ് വിലപിക്കുന്ന അങ്ങനെ, അയ്യോ എൻ്റെ ജഡം എന്നെ ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല, തെറ്റ് ചെയ്യാൻ എന്നെ കൂടുതൽ എന്നെ പ്രേരിപ്പിക്കുന്ന എൻ്റെ ജഡം എന്നാണ് പൗലോസ് നിലവിളിക്കുന്നത്. മറന്നുപോകരുത്, ഈ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുവാൻ വളരെ സാധ്യതയുള്ളതാണ് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ പാപത്തിൻ്റെ ആഗ്രഹം എപ്പോഴും നമ്മുടെ മേലുണ്ട്, നമ്മോടുണ്ട്. അതിനെ നാം ജയിക്കണം. അതിനെ ജയിക്കണമെങ്കിൽ മറ്റൊരു വഴിയും നമുക്കില്ല. എന്താണ്? തമ്പുരാൻ്റെ മുൻപിൽ മുട്ടുമടക്കി, കർത്താവേ എന്നെ ശുദ്ധീകരിക്കണം, എനിക്ക് എന്നെ തുരന്നു വരുന്ന, അല്ലെങ്കിൽ എന്നെ തുരത്തിക്കൊണ്ട് വരുന്ന ഈ പാപ സ്വഭാവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ആ സാഹചര്യത്തിൽ ഞാൻ എത്തുമ്പോൾ ആ പാപം ഞാൻ ചെയ്തു പോകുന്നു, എനിക്കതിൽ നിന്ന് ഒരു മോചനം വരുത്തണേ. ഈ ഫറവോൻ്റെ ഒരു സ്വഭാവമാണത്. നമ്മളെ വീണ്ടും പഴയ ഇതിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുക, പഴയത് ചെയ്യാൻ പ്രേരിപ്പിക്കുക. നമ്മൾ വസ്തുനിഷ്ഠമായി വ്യക്തിപരമായി ഒന്ന് ആലോചിച്ച് നോക്കിയാലും നമ്മുടെ സ്വഭാവം പൂർണ്ണമായി മോചിക്കപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ കർത്താവിനെ മരുഭൂമിയിൽ സാത്താൻ 3 പ്രാവശ്യം പരീക്ഷിക്കുമ്പോൾ പ്രലോഭനമാണ് കൊടുത്തത്. ചെയ്തു നോക്ക് അല്ലേ? പ്രലോഭനം വരുമ്പോൾ, പ്രേരണ വരുമ്പോൾ, എനിക്ക് വേണ്ടെന്ന് വെച്ചാൽ വേണ്ട എന്ന് പറയാനുള്ള ആർജവത്വം ആർക്ക് കിട്ടും? മാനസാന്തരപ്പെട്ടവന് ദൈവാത്മാവിൻ്റെ കൃപയാൽ കിട്ടും. ദൈവാത്മാവിൻ്റെ കൃപയില്ലാത്തവൻ വീണുപോകും. പല ആൾക്കാരെ പറഞ്ഞ് എഴുന്നേക്കും പിന്നെയും വീഴും, പിന്നെ എഴുന്നേക്കും പിന്നെയും വീഴും. ഇവർ വിചാരിക്കുന്ന ഇതിനൊന്നും ശിക്ഷയില്ലെന്നാ. ബൈബിൾ എന്നാ പറയുന്നത്? നീ ചെയ്യുന്നതിനെല്ലാം നീ എണ്ണി ശിക്ഷ മേടിച്ചിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകൂ. കാരണം നീ ക്രിസ്ത്യാനി എന്ന് പേരെടുത്തവനാ, നീ സ്നാനപ്പെട്ട് കർത്താവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടെന്ന് സാക്ഷ്യം പറഞ്ഞവനാ. നീ അറിഞ്ഞിട്ട് വീണ്ടും ചെയ്യും. അപ്പോഴെല്ലാം നീ പറയും, എന്നെ ആരും പിടിച്ചില്ല, ഞാൻ എന്ത് തോന്നിവാസം കാണിച്ചാൽ ആരും എന്നെ പിടിച്ചില്ല. പിടിക്കപ്പെടുന്ന ഒരു ദിനമുണ്ട്. നീ ഈ ലോകം വിട്ട് പോകുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ കരം നിന്റെ മേൽ വരും. അത് ദൈവവചനമാണ്. അല്ലെങ്കിൽ ഇന്ന് തന്നെ മാനസാന്തരപ്പെട്ടു, അതാണ് അടുത്ത പടി. ഇന്ന് തന്നെ അനുദപിച്ച് കരഞ്ഞു, ദൈവത്തിൻ്റെ മുൻപാകെ സമ്പൂർണ്ണമായി വിട്ടുകൊടുത്ത് കരഞ്ഞു. അല്ലെങ്കിൽ അനുഭവിക്കാതെ ഈ ലോകം വിട്ട് പോവില്ല. ഇത് പലരുടെയും സാക്ഷ്യമാണ്, വചനത്തിൻ്റെ സാക്ഷ്യമാണ്. അതുകൊണ്ട് പ്രിയരെ, ഞാനിന്ന് അവസാനിപ്പിക്കുമ്പോൾ ഈ സാത്താൻ്റെ 4ാമത്തെ സ്വഭാവം, പഴയ ഇതിലേക്ക് തിരിയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന സ്വഭാവമുണ്ടല്ലോ, അതേതെങ്കിലും മേഖലകളിൽ നമുക്ക് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അന്നേരം തന്നെ കർത്താവേ അങ്ങയുടെ രക്തത്താൽ ആ ഒരു ശക്തിയെ എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് പറഞ്ഞില്ലെങ്കിൽ, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചില്ലെങ്കിൽ, പ്രിയരെ, ഇത് ഭയങ്കരമായ വീഴ്ചയുടെ സാഹചര്യത്തിലേക്ക് എത്തുമെന്ന് തിരുവചനം ഓർമ്മപ്പെടുന്നു. നമുക്ക് സ്വയം ചിന്തിക്കാം, സ്വയം തിരുത്താം, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം. കർത്താവിനോട് പറയേണ്ട, അപ്പാ എനിക്കൊരു പൂർണ്ണമായ വിശുദ്ധീകരണം ആവശ്യമാണ്, സമ്പൂർണ്ണമായ മാറ്റം എനിക്ക് വേണം. എനിക്ക് വേണ്ടാത്തതെല്ലാം ഞാൻ ഉപേക്ഷിച്ചത് വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. കുപ്പയിലേക്ക് വീണ്ടും തിരിയുന്ന ആമേൻ അവസ്ഥ എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. വേണ്ടാത്തതാണെന്ന് ഞാൻ പറഞ്ഞതൊന്നും ഇനി എനിക്ക് വേണ്ട. എന്നാ സുഖം തരുന്നതാണെങ്കിൽ എനിക്ക് വേണ്ട. അതിലേക്ക് തിരിയാനുള്ള പ്രേരണ പലപ്പോഴും ഫറവോൻ എൻ്റെ ഉള്ളിൽ തരുമ്പോൾ ഞാനിനി അതിലേക്ക് നോക്കുന്നില്ല. ഇനി എനിക്കത് വേണ്ട, കർശനമായി തന്നെ അത് വേണ്ടെന്ന് വയ്ക്കുവാൻ. വേണ്ടാത്തവരോട് സ്നേഹത്തോടല്ല, അവരോട് ദേഷ്യത്തോടെ തന്നെ പെരുമാറുക എന്നുള്ള നിലയിൽ തന്നെ പാപസ്വഭാവത്തോട് വളരെ ദേഷ്യത്തോടെ, ഇറിറ്റേറ്റോടെ പെരുമാറുവാൻ ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണേ. അതിന് തോളത്ത് കൈയിടാൻ പോയാൽ നാളെ അത് എന്നെ കീഴടക്കും, അത് പാപം എന്നെ അടിമയാക്കി കളയുമെന്നുള്ള സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടാത്ത വാക്കുകൾ എൻ്റെ നാവിൽ നിന്ന് വരാൻ പാടില്ല.
വേണ്ടാത്ത കാഴ്ചകൾ, വേണ്ടാത്ത കേൾവികൾ, വേണ്ടാത്ത ജീവിത രീതികൾ, ഇതൊന്നും എൻ്റെ ഉള്ളിൽ ഒരിക്കലും വരാതെ ജഡമെന്നെ പണ്ടത്തെ ഓർമ്മ ഉണർത്തിക്കുമ്പോൾ അതിനെ ഞാൻ ക്രൂശിൽ ആമേൻ സമർപ്പിച്ച് വിജയം വരിച്ചതാണെന്ന് ധൈര്യമായി പറയുവാൻ, ഹേ പാപമേ, നിനക്കിനി എൻ്റെ മേൽ അവകാശമില്ല, ക്രൂശിലൂടെ ഞാൻ വിടുതൽ പ്രാപിച്ചതാണ്, ക്രൂശിക്കപ്പെട്ടവൻ്റെ രക്തത്താൽ ഞാൻ കഴുകൽ പ്രാപിച്ചതാണെന്ന് പറയുവാൻ എൻ്റെ അപ്പച്ചൻ ഞങ്ങളെ സഹായിക്കണം. മഹത്വം അങ്ങേക്ക് കൃപയാൽ നിറയ്ക്കണം. ക്രിസ്തുവേശുവിലൂടെ യാചിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിൽ ഏറ്റവും വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിന് മുൻപാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് പരസ്പരം പ്രാർത്ഥിക്കാം. ഈ ദിനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള വ്യാഴാഴ്ച ദിവസം നമ്മുടെ കുടുംബം, നമ്മൾ താമസിക്കുന്ന ദേശം, നമ്മുടെ കുട്ടികൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി കാര്യങ്ങൾ, അവരുടെ വിവാഹം, സ്വന്തമായി വീടില്ലാത്ത ആൾക്കാർ, ഇങ്ങനെ ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ കുടുംബത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ ദേശത്തെയും നമ്മുടെ ആമേൻ കുഞ്ഞുങ്ങളെയും വിവാഹപ്രായമായിട്ട് വിവാഹം കഴിയാത്തവരെയും വീടില്ലാത്തവരെയും ഒക്കെ ഓർത്ത് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഗോഡ്സ് ഗ്രേസ് എന്ന പേജിലൂടെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും, ഈ കൂട്ടായ്മയിൽ പങ്കാളികളായിരിക്കുന്ന ഓരോരുത്തരെയും അപ്പച്ചൻ്റെ കരങ്ങളിൽ തരുന്നവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും. അവർ താമസിക്കുന്ന ദേശം അവർ മൂലം അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവമുള്ള ഭവനമാണ് അവരുടെ ഭവനമെന്ന് മറ്റുള്ളവർ സാക്ഷ്യപ്പെടുത്തട്ടെ. കർത്താവെ, അവരുടെ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിവാഹം, അവരുടെ വിദ്യാഭ്യാസം, അവർക്ക് നല്ല ഭവനമുണ്ടാകൽ, ഇതൊക്കെ ദൈവമേ ഞങ്ങളുടെ നാമത്തിൽ നിന്റെ മക്കൾക്കുണ്ടാകട്ടെ. അവിടുത്തെ മുൻപിൽ മുട്ടുമടക്കുന്നവർ ലജ്ജിക്കുവാൻ സമ്മതിക്കാതെ ദൈവം നിലനിർത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കണമേ. ആമേൻ. നമ്മോടൊപ്പമുള്ള പ്രിയപ്പെട്ടവരെ ഓർക്കുന്ന ആലീസ് പുള്ളിയിലെ തമ്മാം അമ്മണി ജെ എബ്രഹാം തോമസ് സാർ, അനിത ജോൺ ആൻറ്റി, അന്നമ്മ തോമസ് ആൻറ്റി, ആൻഡു അനുവാക്സ, അനീഷ് മോണ്ടി, അലക്സ പുഷ്പരാജ് സാർ ആൻറ്റി, ആലിസ് ജേക്കബ്, അന്നമ്മ തോമസ് തുമ്പമൺ, ഏലിയമ്മ സാമുവൽ, അജി ആഷ, എബ്രഹാം തുരുത്ത്, തിറച്ചെറിയൻ അമ്മണി, അനി ബിജി, അനീഷ്ക ചിന്നപ്പൻ, അലൻ സജി, ഏലിയമ്മ ജോൺ, ആഷ ജോർജ്, അനൂപ് യോന, സന്ധ്യ, അജിത് കുമാർ, കൃഷ്ണൻ, ഉഷ, അനൂപ് റജി, ബാബ ഫിലിപ്പ്, ബാബു അമന, ബിജു ജോൺ, ബ്രൂണൈ, ബിജോ ജേക്കബ്, ബിനോയ് ജേക്കബ്, ബിബിൻ ജേക്കബ്, പഞ്ചിനു, ബിന്ദു ജോൺസൺ, ബിജലി തോമസ്, ബെറ്റി തോമസ്, ബിൻസി അനീഷ്, ബിജു പി ആർ, ബാബു സാർ, ഐച്ചാടി, പ്രജി തോമസ്, ചെറിയാൻ തോമസ്, എവി കീപ്പന, ചായൻ ജോയ്സ്, ആൻറ്റി ദിത്ത് വില്യം, ഡെർലി റോയ്, ഡെസി വിനീഷ്, ഡോൺ കുര്യൻ, ജോർജ് ബിജു, ഗ്രേസി കുര്യൻ, ഗിഫ്റ്റി ചെറിയാൻ, ജി ഡി രാജു, ഗിരിജാകുമാരി, ജോബിൻ കുവൈറ്റ്, ജെഫ്രിൻ ജോസഫ് ഈപ്പൻ, റൈച്ചൽ ആൻറ്റി, ജെസ്ലി, കൊച്ചുമോൻ, ജേക്കബ് സാർ, ജോൺസൺ, ഡാനിയൽ, ജോയ്മ തോമസ് ആൻറ്റി, ജോബിൻ, ജോൺ മോസസ്, ജോൺ ട്രിവാൻഡ്രം, ജെയ്സൺ, ജോസഫ് ജോർജ്, ജോൺ സാമുലച്ചൻ, ജെയ്സൺ, ആഷ്ലി എവലിൻ, ജൂബിൻ, ജോൺ കോശാൻ, ജോളി സാമുവൽ, ജെറിൻ ജെയിംസ്, ലിസി റജി, ലളിത ബിജു, ലൗലിബായ് ജോൺസൺ, ലിസി ജെയിംസ്, ലിസി തോമസ്, ലിജോ ടോം ജോസാർ, ലീലാമ ഷാജി, ലീല സക്കറിയ, മോളി കെയോ, മറിയമ്മ സത്യൻ, മേഴ്സി എമിനി, ജെയ്സൺ, മോളി ഫിലിപ്പ്, മാത്യു ജോണച്ചാൻ, മെലിമിൽട്ടൺ, മെൽബി മാത്യു, മോളി, മാമൻ വർഗീസ്, മോൻസിറ്റി പോത്തൻ, മാത്യു ജോൺ ജോൺസൺ, ഓമന സിബി മുക്കാടൻ, ഫിലിപ്പ് കുഞ്ഞമ്മൻ, പേളി ജേക്കബ് ടീച്ചർ, പുഷ്പമാർ, പുഷ്പറാണി എസ്, പ്രമിള കോശി, പുഷ്പം, പുഷ്പരാജ് സാർ, റോയ് റോബർട്ട്, റെജി വർഗീസ്, റേച്ചൽ സ്റ്റീഫൻ, റേച്ചൽ തോമസ്, റെജിന ഐസക്, റെജി റോസ്ലി ജോൺ, രാജീവ് ബിജു, റോമോൾ ജെയിംസ്, റീന വർഗീസ്, റൂബി തങ്കച്ചൻ, സൂസൻ ആൻറ്റി, സഞ്ജു സുജിൻ, സഞ്ജയ്, സാംപീറ്റർ, നീതു, നീനു, സാമച്ചായനു, ഷീലാൻറ്റി, സന്തോഷ് തെരച്ചാൻ, ശ്രീജ മോഹൻ, സന്തോഷ് പി ബി, ഹൈദരാബാദ്, സാമാന്റണി, സാലി അന്നമ്മ തോമസ്, സാബു ജോസഫ്, ഷിജി സാബു, പനമുട്ടിൽ, ഷിജപ്പോൾ, മാമ്പള്ളി, സ്നേഹി, മനു, സുസുമ തോമസ്, സൂസൻ ജോർജ്, ഷേർലി ജിജി, ഷിബിൻ, ശരത്ത്, സനു, ജൂലി, സനു, സാൻഡ്രിക്, സുധീഷ്, ഷീന, സന്ധ്യ, സിസിലി റോയ്, സജി അലക്സാണ്ടർ, സാലി തോമസ് സാറ്, ചമാൻറ്റി, ടൈറ്റസ്, തങ്കമ്മ ജോർജ്, വിനോദ് ബി മാത്യു, വർഗീസ് സിയോ, വർഗീസ് ജോസഫ് മടച്ചൽ, വിപിൻ രാജ് പാതവിള, ജെയ്സൺ സ്വപ്ന, രേണുക റോയ് തോമസ്, രാജു ചന്ദ്രൻ, റേച്ചൽ പായിപ്പട്ട്, നിരുമോൾ റോയ്, അടകത്തിയറ, റേച്ചൽ എബ്രഹാം, ആലീസ്, കടഭാരമുള്ള പ്രിയപ്പെട്ട സഹോദരിയെ മാതാവിനെ ഓർക്കാം, സജുമോൻ, ഷാജി പി മത്തായി, സാലി മാത്യു, ഷീന, ടോമി, ശൈലജ, ഉണ്ണികൃഷ്ണൻ, സിബി രാജു, സിസിലി റോയ്, സുജ ജയകുമാർ, ഷീൻ സോജൻ, ജെയ്സൺ, റോബർട്ട്, ജോസഫ് ആൽബി, ജിലു ആനന്ദ്, ജോൺസൺ ഡി ദാനിയൽ, ജിബിൻ ജോൺ, ലിസി ജെയിംസ്, ജോളി എഡിസൺ ഡിക്രൂസ്, ശുഭ, സജിത ലിനി, ഷെലിപ്പ് എബ്രഹാം, സുജ ഉമേഷ്, സജു കുമ്പള, ബൈഗ സുമാൻറ്റി, അബുദാബി, പ്രിയപ്പെട്ടവരെല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ലൈവ് വരുമ്പോഴും അല്ലാത്തപ്പോഴും പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ ജനങ്ങളെയും, എന്നെ കേൾക്കുന്ന എല്ലാവരെയും ആമേൻ ജീവന്റെ നാഥനായ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഈ ദിനം നമുക്ക് അനുഗ്രഹമാകേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ കർത്താവേ, അവിടുത്തെ തിരുമുൻപാകെ ഞങ്ങളിതാ അടുത്ത് വരും. നിന്റെ നാമത്തിൽ ഞങ്ങൾ വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പാപത്തിൽ നിന്നുള്ള സമ്പൂർണ്ണ മോചനം ഞങ്ങൾക്ക് വേണം. ഞങ്ങളെ പുറകോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പാപത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്ന ഇരുളിൻ്റെ തിന്മ ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ജയിക്കാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ. ദൈവത്തിൽ നിന്ന് ശിക്ഷ വാങ്ങുന്ന വ്യക്തികളായി ഞങ്ങൾ തീരാതെ വിമോചനത്തിൻ്റെ രക്ഷയുടെ യഥാർത്ഥ സന്തോഷത്തിൽ നിൽക്കുവാൻ ദൈവാത്മാവ് ഞങ്ങളെ സഹായിച്ചാലും. വിശേഷാൽ കർത്താവെ, ഞാൻ പേര് പറഞ്ഞ ഓരോ വ്യക്തികളെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ കർത്താവ് ഇത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ കാണാനുള്ള അങ്ങയുടെ മക്കളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. എല്ലാവർക്കും
എൻ്റെ ദൈവം നന്മയും അനുഗ്രഹങ്ങളും കൊടുക്കണം. ഞങ്ങൾ തളരാതെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ദൈവാത്മാവ് സഹായിച്ചാലും ഈ ദിനം മുഴുവൻ അങ്ങ് ഞങ്ങളോടൊപ്പം ഇരിക്കണം. ഞങ്ങൾ പോകുന്ന വഴികളിൽ, യാത്രയിൽ, ഞങ്ങളുടെ പോകുന്ന ലക്ഷ്യങ്ങളിലെല്ലാം തമ്പുരാൻ കൂടെ ഇരുന്ന് ഞങ്ങളെ വിജയിപ്പിക്കണം. തമ്പുരാൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മേലിരുന്ന് അനുഗ്രഹവും ആശീർവാദവും ഞങ്ങളുടെ മേൽ പകരണമേ. മഹത്വമെല്ലാം കർത്താവിനാണ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുവേശുവിലൂടെ യാചന കേൾക്കണം സ്വർഗ്ഗപിതാവേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിങ്ങളുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, ഞങ്ങളുടെ രാജ്യം വരണം, ഞങ്ങളുടെ ഇഷ്ട സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണം. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷ കടത്താ ദുഷ്ടം ഞങ്ങളെ വിടുവിക്കും. രാജ്യവും ശക്തി മഹത്വം എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നുവല്ലോ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മോടുകൂടി എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയരെ, വീണ്ടും ഈ പ്രഭാതത്തിൽ പ്രകാരം കാണുവാൻ ദൈവം അവസരം നൽകി. ശുഭകരമായ ദിനം ദൈവം നമ്മുടെ മുൻപിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് സന്തോഷത്തോടെ ജീവിക്കാം. നാളെ രാവിലെ ദൈവം അനുവദിച്ച വീണ്ടും ഒരുമിച്ച്. ഗോഡ് ബ്ലസ് യു. സീ യു. ബൈ. താങ്ക് യു.